കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്ക് പെൻഷൻ അനുവദിച്ചു സർക്കാർ ഉത്തരവിറക്കി. വിരമിച്ച് 3 മാസം കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാത്തത് വിവാദമായിരുന്നു. SFIയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പകപോക്കൽ നടപടിയും അതിക്രമവും നേരിട്ടതായി എം രമ പറഞ്ഞിരുന്നു. അരുൺ പാറയ്ക്കലുണ്ട് കാസർകോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഈ കാസർകോട്ടെ ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്ക് ഈ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണല്ലോ സർക്കാർ. അപ്പോൾ ഈ 3 മാസം വിരമിച്ചു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാത്തത് വിവാദമായിരുന്നു. അതിന് എന്താണ് കാരണം പറയുന്നത്? എന്താണ് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നാണ് എം രമയുടെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇന്ന് എ ജിയുടെ ഫയലിലേക്ക് ഈ ഫയൽ നീങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കാസർഗോഡ് ജില്ലാ ട്രഷറിയിലേക്കായിരിക്കും ഈ ഫയൽ എത്തുക എന്നാണ് അധ്യാപിക വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ ഈ തുക നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും എം രമയ്ക്ക് ഒടുവിൽ ആശ്വാസമായിരിക്കുന്നു. 3 മാസം മുൻപാണ് എം രമ ഈ മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി വിരമിച്ചത്. അതിനുശേഷം ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന പരാതി എം രമ ഉന്നയിച്ചിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പളായിരിക്കെ SFIക്കെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്കെതിരെയും താൻ സംസാരിച്ചു. അത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി. SFIയുടെയും ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയും സമ്മർദ്ദത്തിന് മൂലമാണ് ഇത്തരത്തിലുള്ള പെൻഷൻ നടപടിക്രമങ്ങളൊക്കെ തന്നെ സർക്കാർ മരവിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് കാലതാമസം വരുത്തിയതെന്ന് എം രമ ആരോപിച്ചിരുന്നു. വേണ്ട രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കൃത്യമായി ലഭിച്ചില്ല. ഇതുകൊണ്ടാണ് ഈ പെൻഷൻ നൽകുന്നത് സമയമെടുത്തതെന്നാണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷവും ഈ പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ എം രമയ്ക്ക്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്ക് പെൻഷൻ ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോപികൃഷ്ണൻ. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ് നിന്ന്.